തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. കാലം തികഞ്ഞു. ഈ ലോക സംഭവങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആഗതമായി എന്ന് വിളിച്ചോതുകയാണ്. യേശു കർത്താവ് വീണ്ടും വരും. യേശു കർത്താവ് തന്റെ വിശുദ്ധരെ ചേർക്കുവാൻ വേഗം വരും. കാലം തികഞ്ഞു. അകൃത്യം അതിന്റെ മാക്സിമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ നടന്ന സംഭവങ്ങൾ നമ്മുടെ അടുത്ത് തന്നെ നടക്കുകയാണ്. അമ്മയുടെ സ്നേഹം എന്തെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥ, ഒരു പിതാവിന്റെ സ്നേഹം എന്തെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥ, ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം എന്തെന്ന് അറിയുവാൻ പറ്റാത്ത അവസ്ഥ. എല്ലാത്തിലും ചതിയ, എല്ലായിടത്തും പ്രശ്നങ്ങളാ, എല്ലായിടത്തും വേദനകളാ. നാം വിവിധ മാധ്യമങ്ങളിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അനിഷ്ട സംഭവങ്ങൾ ഇതുവരെ നടന്നിട്ടില്ലാത്തതാണ് ഈ കാലയളവിൽ നടക്കുന്നത്. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ കർത്താവിന്റെ വരവ് ഏറ്റവും ആഗതമായിരിക്കുകയാൽ സുവിശേഷത്തിൽ വിശ്വസിക്കണം. എങ്ങനെയാണ് സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ടത്? മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. മനസ്സിന് ഒരു മാറ്റം ആവശ്യം. മതം മാറ്റുന്ന ഒരു മാർഗമല്ല ക്രിസ്തു മാർഗം, മനസ്സിനെയാണ് മാറ്റുന്നത്. മനുഷ്യൻ പാപിയായി തന്നെ ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്നു. ആദാമ്യ പാപമെന്ന ആ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. പഴയ നിയമ കാലഘട്ടത്തിൽ മൃഗങ്ങളെയോ പക്ഷികളെയോ യാഗം കഴിച്ച് അതിന്റെ രക്തം ചിന്തിച്ചാണ് പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നത്. അങ്ങനെ മൃഗത്തെയോ പക്ഷിയെ യാഗം കഴിക്കുമ്പോൾ ആ നിമിഷം വരെയുള്ള പാപത്തിന് മാത്രമേ പരിഹാരം വരികയുള്ളൂ. പിന്നെയും ഒരു മനുഷ്യൻ പാപം ചെയ്താൽ വീണ്ടും പക്ഷിയെയോ മൃഗത്തിനെയോ യാഗം കഴിക്കണം. എന്നാലോ ഒരിക്കലായിട്ട് യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നു. യേശു ക്രിസ്തുവിനാൽ, യേശുവിന്റെ രക്തത്താൽ പാപത്തിൽ നിന്ന് ഒരു മോചനം സാധ്യമാണ്. മനസ്സിന് മാറ്റം നൽകുവാൻ കഴിയുന്നതാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം.